രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാക്കിയാൽ നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരോടും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളണം. സ്തോത്രം. കർത്താവിൻ്റെ മാതൃക നമ്മൾ ഓർത്താൽ മതി. കർത്താവിൻ്റെ മാതൃക അത് ഓർക്കേണ്ട വിഷയമാണെന്നാണ് പറഞ്ഞ്. ഓർക്കണം, മറന്നു പോകരുതെന്ന്. ചിലതൊക്കെ അങ്ങനെ എഴുതണം, മറക്കരുത്, ഓർക്കണം എന്നൊക്കെ വേദപുസ്തകത്തിനകത്തുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അവിടെയൊക്കെ വേണമെങ്കിൽ ഒരു ഡേഞ്ചർ സിഗ്നൽ പോലെ റെഡ് കൊണ്ടങ്ങ് മാർക്ക് ചെയ്തു. സ്തോത്രം. വേദപുസ്തകം തുറന്നിട്ട് വേണ്ടേ? സ്തോത്രം. ഒറ്റ തുറക്കല്ല, എന്നിട്ടൊരു വായന. അതിനകത്ത് നിന്ന് വായിച്ചോ വേദപുസ്തകം? വായിച്ചു. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ഇവിടെ പറയും ഓർക്കേണ്ട ഒരു വിഷയം. കർത്താവിൻ്റെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. പ്രൈസ് ഗോഡ്. അവൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം. അപ്പം ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആരോടാണ് കാണിക്കുന്നത്? ഇവിടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും രണ്ടും നോക്കണം, രണ്ടും വേണം. ശുശ്രൂഷിച്ചതാണ്, പക്ഷെ ആ ശുശ്രൂഷ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക, നിർത്തിയവരല്ലെന്ന് ആലോചിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. എങ്ങനെ വേണേലും ആയിക്കൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷിച്ച ചരിത്രമുണ്ടാകാം, പക്ഷെ അതെന്ത് ചെയ്യരുത്? നിർത്തരുത്, അത് തുടരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 32-33 വാക്യങ്ങൾ എബ്രായ ലേഖനം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. കൂട്ടാളികളായി തീരണം. ഇങ്ങനെയുള്ളവർക്ക് കഷ്ടം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നിമിത്തം അനുഭവിക്കുന്ന ഒത്തിരി പ്രയാസങ്ങളുള്ളവരുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ, ഈ വിശ്വാസമാർഗത്തിലല്ലായിരുന്നെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ ഞെരുങ്ങുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, സ്തോത്രം, വിഷമിക്കുന്നവരുണ്ട്. അവരെന്ത് ചെയ്യണം? ഓർക്കണം. ഇതെല്ലാം ദൈവം പ്രതിഫലം തരുന്ന ശുശ്രൂഷകളാണ്.